ചായ അമ്മ പോയിട്ട് വരാട്ടോ. ടിഫിനും ചോറും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. വെള്ളം കുടിക്കണേ. അതെ അല്ല ഈ ചുവന്ന ഷൂ എവിടെ നിന്ന് വെച്ചത്? എന്റെ അടുത്ത് ശ്രദ്ധിക്കണ്ടേ? നിങ്ങളെങ്ങോട്ടാ? ട്യൂഷന്. സാറില്ലേ? ഞാനിവിടെ ഉണ്ട്, വന്നോളൂ. അതെ, കേറാൻ വരട്ടെ. സാർ ട്യൂഷൻ നിർത്തി. ട്യൂഷൻ മാത്രമല്ല, പാചകവും. നിങ്ങൾക്ക് പോകാം. ഇനിയിപ്പോ എന്ത് ചെയ്യും? പോവല്ലേ? അച്ഛാ, എന്ത് പറ്റി അച്ഛാ? വളരെ ചുരുങ്ങിയ കാലം മാത്രമാണ് സുജ നമുക്കൊപ്പം ഈ ബാങ്കിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊരു വിടവാങ്ങലുമല്ല. ഒരു ഭർത്താവിന്റെ തീരുമാനം നടപ്പിലാക്കുക നല്ലൊരു ഭാര്യയുടെ കടമയാണ്. ജോലിയേക്കാൾ പ്രാധാന്യം കുടുംബത്തിന് തന്നെയാണ് വേണ്ടത്. സത്യത്തിൽ സുജയുടെ രാജി നമ്മയൊക്കെ ഞെട്ടിച്ചില്ലേ? ശാന്തമ്മ ഞെട്ടിയില്ലേ? ശാരി ഞെട്ടിയില്ലേ? നിങ്ങൾ ആര് ഞെട്ടിയാലും ഇല്ലെങ്കിലും ഞാൻ ഞെട്ടി. സുജ ഇവിടുന്ന് ജോലി രാജിവെച്ച് പോകുമ്പോ നമുക്ക് നഷ്ടമാവുന്നത് ഒരു സഹപ്രവർത്തകയെ മാത്രമല്ല, ദാ ശ്രീകുമാറിന്റെ ഉണക്കച്ചെമ്മീൻ ചമ്മന്തിപ്പൊടി കൂടിയാണ്, അല്ലേ? പിന്നെ എപ്പോ വേണമെങ്കിലും നമുക്ക് സുജയുടെ വീട്ടിൽ പോവാം. അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു വിടവാങ്ങൽ ചടങ്ങായി കാണേണ്ട കാര്യമേ ഇല്ല. സുജയ്ക്കും കുടുംബത്തിനും എല്ലാവിധ ആശംസകളും നേരുന്നു. പകരം വീട്ടിലാണോ? എന്തിന്? ഒരു തിരിച്ചറിവ് വന്ന് കൂട്ടിയാ മതി. ഇതാ ശരി. ഒരുപാട് നന്ദിയുണ്ട്. വരട്ടെ. ഇന്നെന്തായാലും ബാങ്കിന് വണ്ടി പോയാൽ മതി. അതൊരു ചടങ്ങായിട്ടിരുന്നോട്ടെ. വേണ്ട, ഞാൻ സൈക്കിളിലാ വന്നത്. അതെ, സൈക്കിളൊക്കെ ഞാൻ എത്തിച്ചെന്നോളാം. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. വാന്നേ, വാ. എന്നോടൊരു വാക്ക് ചോദിച്ചിട്ടാവാമായിരുന്നു. എന്തിന്? ശ്രീയേട്ടന്റെ മനസ്സമാധാനം പോണ്ട. വീട്ടിലുള്ളപ്പോ ആരും അന്വേഷിച്ചു വരില്ലല്ലോ. അല്ല, ഇതിപ്പോ ഞാനാണോ തെറ്റുകാരൻ? എന്ന് ഞാനായിരുന്നു തെറ്റുകാരി. ശ്രീയേട്ടനെ കൊണ്ട് ഞാൻ ഇക്കണ്ട പണിയൊക്കെ ചെയ്യിക്കാൻ പാടില്ലായിരുന്നു. ഇനി എന്ത് ചെയ്യും? അറിയില്ല. ശ്രീയേട്ടാ, ശ്രീയേട്ടാ, പാൽക്കാരൻ വന്നിട്ടുണ്ട്, പൈസ കൊടുക്കാൻ. അതിന് നീ എന്തിനാ എന്നോട് ചോദിക്കുന്നത്? അയാൾ എന്നോട് ചോദിച്ചോണ്ട്. ഓ, നീ എനിക്കിട്ട് പണി തരുതല്ലേ? കാശിന് ഞാനെവിടെ പോനാ? എന്നാ പത്രം നിർത്തിയ പോലെ പാലും അങ്ങ് നിർത്തിയേക്കട്ടെ. ഓ, എന്തെങ്കിലും ചെയ്യേ. അച്ഛൻ ഇതൊന്ന് ശരിയാക്കി തരുമോ? വേറെ ആരോടെങ്കിലും പോയി ചോദിക്കും മോളെ. അച്ഛനിവിടെ 100 കൂട്ടം പണിയുള്ളതാ. അച്ഛനിപ്പോ വേറെന്ത് പണി? അടുക്കള ജോലിക്ക് ഇപ്പൊ അമ്മയല്ലേ ചെയ്യുന്നേ? മോളെ, നീയും അച്ഛനിട്ട് പണിയല്ലേ? സുജി ഇപ്പൊ ജോലിക്ക് പോകുന്നില്ലേ? ഇല്ല. വിശേഷം വല്ലതും ഉണ്ടോ? നന്നായി. എന്തായാലും 2 കുട്ടികൾ വേണം. അയ്യോ, ഞാൻ ഉദ്ദേശിച്ചത് ആ വിശേഷമല്ല. സുജ ജോലി രാജിവെച്ചു. അതൊരു വിശേഷം തന്നെയല്ലേ? ബാ. സൂക്ഷിച്ച്. മോളിക്ക് വന്നേ.
ചേട്ടാ വണ്ടിക്കാശ് തരാതെ മോളെ വണ്ടി കയറ്റണമെന്ന് മുതലാളി പറഞ്ഞിട്ടുണ്ട്. ഓ ആയിക്കോട്ടെ, നീ പോയിക്കോ. ആ പോവാം. അല്ലെങ്കിൽ ഈ പൊള്ളാച്ചിയിൽ ആടുമാടുകളെ കയറ്റുന്ന പോലെ എന്റെ മോൾ അതിനകത്ത് കയറ്റണ്ട. വാ മക്കളെ, കയറിക്കോ. വാ. ഇറങ്ങിക്കാം. സ്കൂൾ വിടുമ്പോ അച്ഛനിവിടെ ഉണ്ടാവുകേ. ടാറ്റാ. ടാറ്റാ. ശ്രീകുട്ടി ടാറ്റാ. അത് മോളുടെ ഫ്രണ്ടാ? അച്ഛാ, അവരെ വെട്ടിക്കച്ചാ. ശരി മോളെ. ഡോക്ടർ, എന്റെ മോൾക്ക് ലങ്സിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അത് സക്ക് ചെയ്ത് കളഞ്ഞു. ഇനി പേടിക്കാനൊന്നുമില്ല. ബോധം തെളിയുന്നതുവരെ ICUവിൽ കിടക്കട്ടെ. എന്തായാലും ഒരു 24 hours ഒബ്സർവേഷൻ വേണ്ടി വരും. ഡോക്ടർ എന്റെ മോളെ ഒന്ന് കണ്ടോളൂ. ഇതാ 7000 ഉണ്ട്. ഇതുവരെ പണം കടം തരാനൊരു ധൈര്യം ഉണ്ടായിരുന്നു. സുജയ്ക്കൊരു ജോലി ഉണ്ടായിരുന്നല്ലോ. ഇതിപ്പോ സാരമില്ല, കാര്യം നടക്കട്ടെ. ശ്രീകുമാറെ, മോക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ പേടിക്കാനില്ല, പേവാർഡിലേക്ക് മാറ്റി. ഇവിടുത്തെ ബില്ലൊക്കെ കുറുപ്പേട്ടനോട് ചോദിച്ചു, പൈസ കിട്ടി. ശ്രീയേട്ടനപ്പോ കോംപ്രമൈസ് ചെയ്യാൻ പഠിച്ചു. ആവശ്യം വന്നാ ആരുടെ മുന്നിലും കൈ നീട്ടാം. വേണ്ട. ഞാനും കോംപ്രമൈസ് ചെയ്യാൻ തീരുമാനിച്ചു. എന്റെ വീട്ടിൽ അറിയിച്ചിട്ടുണ്ട്. നീ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിങ്ങൾക്കെല്ലാം വഴിയെ മനസ്സിലായിക്കോളൂ. ഞാൻ വന്നത് എൻ്റെ മകളെ കൂട്ടിക്കൊണ്ടു പോകാനാ. എന്നെ ധിക്കരിച്ച് നിന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ഞാൻ തീരുമാനിച്ചതാ, ഇനി അവളെ എൻ്റെ വീടിന്റെ പടിക്കകത്ത് കയറ്റില്ലാന്ന്.
പക്ഷേ ഇപ്പൊ ടോമിയാ നിർബന്ധിച്ചത് തിരിച്ചു വിളിച്ചുകൊണ്ടുവരാൻ. പിന്നെ ഞാനും ആലോചിച്ചു, എന്റെ മോക്കിങ്ങനെ ഒരു നട്ടലില്ലാത്ത കുശിനിക്കാരൻ ഭർത്താവ് വേണ്ടെന്ന്. ഡാ, നിന്റെ ഈ കുശിനിപ്പണി ചെയ്യുന്നവർ എന്റെ വീട്ടിൽ 4. അവർക്ക് പോലും അന്തസ്സായിട്ട് ജീവിക്കാൻ നല്ലൊരു വരുമാനമുണ്ട്. എന്റെ മോടൊരു തലയിലെടുത്ത് അന്നാ ടോമിയും കൂടെ കൂട്ടുനിന്നു. ഏയ്, ടോമി 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 അവൻ ഒറ്റൊരുത്തിനെ ഇതിനൊക്കെ കാരണം. എന്റെ കുടുംബത്തിന്റെ മനസ്സമാധാനം കളഞ്ഞ അവനാ. സുജ ജോലി രാജിവെക്കാൻ പോലും കാരണം അവനാ. എന്ത് പറഞ്ഞാലൊരു ടോമി. നാണയില്ല നിനക്കിത് പറയാൻ? ജോലി രാജിവെച്ചു എന്ന്. നിനക്കെന്തായിരുന്നു ജോലി? അടുക്കള പണി. നിന്റെ ഭാര്യയും കുഞ്ഞിനെ നോക്കാൻ പ്രാപ്തിയായിട്ട് ആണുങ്ങളെ പോലെ വാ. അന്ന് അവള് വരുമെങ്കിൽ വിളിച്ചോണ്ട് പോ. നിങ്ങൾ വിളിച്ചു നോക്ക്, അവള് വരുന്നുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോ. എന്ന് ഒരുമിച്ചിരുന്ന് മോന്തെന്ന് റോയ് ചാൻ അറിയോ ഇയാൾ ആരാണെന്ന്? ഇല്ല, അറിയില്ല, അറിയിക്കില്ല. ഇയാള് ഇന്ത്യൻ മിലിറ്ററിയുടെ സൈബർ ഇന്റലിജൻസ് വിങ്ങിന്റെ കമാൻഡിംഗ് ഓഫീസർ മേജർ ശ്രീകുമാർ. ഇരിക്കുന്നത് മദ്യത്തിന്റെ മുന്നിലായതുകൊണ്ട് ചിലപ്പോ ഇയാൾ മനസ്സ് തുറക്കും. പോട്ടെ റോയ്ച്ചേ, നല്ലതുപോലെ ഒന്ന് ആലോചിക്ക്. തനിക്കിപ്പോ എല്ലാം നഷ്ടപ്പെട്ടു. സ്വന്തം ഭാര്യ, കുഞ്ഞ്. ഇപ്പോഴും തനിക്ക് ഒരവസരം ബാക്കിയുണ്ട്. ഉത്തരവാദിത്വത്തോടെ താൻ ഏറ്റെടുത്ത ആ ജോലി പൂർത്തിയാക്കണം. ഭീരുവായിട്ട് ജീവിക്കുന്നതിനേക്കാൾ ധീരനായിട്ട് മരിക്കുക, രാജ്യം സ്മരിക്കുക. യഥാർത്ഥത്തിൽ നീ ആരാണ്? എന്തിനാണ് ഒളിച്ചു താമസിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ടോമിച്ചൻ പറഞ്ഞത് 100% ശരിയാ. ഞാൻ നിങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചു. പക്ഷെ ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. എന്റെ നിവൃത്തികേടുകൊണ്ടാ. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഞാൻ ശരിക്കും. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ മാസ്റ്റർ ഡിഗ്രി, കുറഞ്ഞ നാൾ കൊണ്ട് രാജ്യത്തെ മോസ്റ്റ് വാണ്ടഡ് ലീഗൽ ഹാക്കർ. എനിക്ക് കമ്പം കമ്പ്യൂട്ടർ ഹാക്കിംഗ്. അങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ ആർമി സൈബർ സെല്ലിൽ ഞാൻ ജോയിൻ ചെയ്തു. जी साहब, आप जा सकते हैं. ശത്രു രാജ്യത്തിന്റെ ഏത് സൈറ്റിലും സഞ്ചരിക്കാനുള്ള ഒരു പ്രോഗ്രാം കോർഡിനേഷൻ. സൈന്യത്തിന്റെ കൂടെ സൈന്യത്തിലൊരാളായി ഞാനും. Boys, we have to be alert 24/7. Okay? Sir, you continue. पीछे move. Morning, sir. ഗുഡ് മോർണിംഗ്. Captain Satish. മേജർ ശ്രീകുമാർ. Welcome, sir. താങ്ക് യു. ഈ യൂണിറ്റിന്റെ കമാൻഡിംഗ് ഓഫീസർ വളരെ രസികനായ ഒരു മലയാളിയാ. ഹീസ് ഗോയിങ് ടു സപ്പോർട്ട് യു, സർ. പാട്രിയോട്ടിസം തലക്കി പിടിച്ച ആളാണെങ്കിലും എന്താ പറയുക, ഷുഡ് സേ നോട്ടി ഓഫീസർ. So, Miss Kaul, do you get my point? No, sir. I didn't get you. See color? Coloring, painting, ചായം പൂശുക. Shaya? പൂശുക. Pushu? അങ്ങനെയും പറയാം. സംജാ? Now you get my point? Yeah. Sir, Yes, please. please come. Sir. This is Major Srikumar for a cyber mission. Okay. Sir? आप बैठे जी. Please sit down, Miss Kaul. ഇരിക്കൂ. Sir. By the way, she is Captain Suneet Kaul and he is Major Srikumar. Hi, ma'am. Hello, sir. ഞാൻ ഈ കൊച്ചിന് കുറച്ച് മലയാള പദങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. Sir. വളയ്ക്കുക, ഒടിക്കുക, പിന്നെ നമ്മുടെ നാട്ടുകാരെ സ്ഥിരം പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, പൂശുക. Yeah, that's right. Yeah. Sir? So, Miss Kaul, you may leave now. We'll meet in the evening. Okay, sir. Okay? Thank you. Bye. ഒന്ന് മാറിക്കേ. എങ്ങനെ? കൊള്ളാം സർ. എന്നാ കൊള്ളാന്ന്? താൻ ശരിക്കൊന്ന് കണ്ടോ? താനിപ്പോ വിചാരിക്കുന്നുണ്ടാവും ഞാനിത് എന്നാ മനുഷ്യനാന്ന്. എടോ, ഒരു ഫ്രസ്ട്രേഷൻ എല്ലാം ഒന്ന് പൊട്ടിച്ചെറിഞ്ഞാലേ
കാഞ്ഞിരപ്പള്ളി കവലയിൽ കൂട്ടുകാരൊത്ത് ലുങ്കിയൊക്കെ മടക്കി കുത്തി എല്ലാം ഒരു തരം തിരിച്ചു പിടിക്കലാണ്. അതൊക്കെ പോട്ടെ. സോ യു ഹാവ് ടേക്കൻ ചാർജ്. വാട്ട് ആർ യുവർ പ്ലാൻസ്? വെൻ, ഹൗ ആൻഡ് വേർ? സർ, ഏത് സൂപ്പർ കമ്പ്യൂട്ടറിൽ നിന്നാണെങ്കിൽ പോലും ശത്രുവിന്റെ ഒഫീഷ്യൽ നെറ്റ്വർക്കിൽ കയറി ഹാക്ക് ചെയ്ത് ഏത് ഡീറ്റെയിൽസും ഡീകോഡ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻസ്, അതേപോലെ രാജ്യത്തിന് ത്രെട്ടായിട്ടുള്ള ഏത് സൈറ്റും തിരിച്ചറിഞ്ഞ് നശിപ്പിക്കാനുള്ള ഹാർഡ് കോർ വൈറസ്. ടാർഗറ്റ് രാജ്യത്തിനകത്തും പുറത്തുമുള്ള ടെററിസ്റ്റ് സൈബർ വേൾഡ്. ദാറ്റ്സ് ഗ്രേറ്റ് സർ. ഗുഡ് ലക്ക്. താങ്ക് യു സർ. സർ, മേജർ ശ്രീകുമാർ ഹിയർ സർ. ടെൽ മീ മേജർ. മിലിറ്റൻസിന്റെ വളരെ ഗൗരവമുള്ളൊരു ഇൻഫർമേഷൻ ഞാൻ ഹാക്ക് ചെയ്തിട്ടുണ്ട്. ഓ ഗോഡ്, ഐ എം കമ്മിങ്. ഞാൻ ദാ എത്തി. പ്ലീസ് സർ. സർ, പ്ലീസ് പ്ലീസ്. യെസ് സർ. ടേക്ക് എ ടിക്കറ്റ് ടു US Embassy. 5 persons on 6th July. July 6th means next week. Sir, they are planning to attack US Embassy, Delhi. Origin of the message? 1 second, sir. Sir, ദാ ഇവിടെ IP അഡ്രസ് ട്രേസ് ചെയ്തു. സർ, മെസ്സേജ് വന്നിരിക്കുന്നത് ഇറ്റ്സ് ഫ്രം POKയിൽ ഒരു ഹബ്ബിൽ നിന്നാണ്, പാക് ഓക്യുപ്പൈഡ് കാശ്മീർ. സർ, മെസ്സേജ് റിസീവ് ചെയ്തിരിക്കുന്നത് ഡൽഹിയിൽ നിന്നാണ്. Oh my God. So the ultimate target is the US Embassy, Delhi. Right, sir. Satish, get me Major General Sharath, sir. Quick, sir. Sri, sir. ഈ അറ്റാക്ക് നമുക്ക് ഇഫക്റ്റീവായിട്ട് ഫോയിൽ ചെയ്യാൻ സാധിച്ചാൽ ഇറ്റ് വിൽ ബി എ മേജർ അച്ചീവ്മെന്റ്. ഹോപ്പ് സോ, സർ. ഗുഡ് വർക്ക്. താങ്ക് യു, സർ. മേജർ ജനറൽ ശരത് സർ ഓൺലൈൻ. സർ, സൈബർ വിംഗ് ഹെഡ് ചെയ്യുന്ന മേജർ ശ്രീകുമാർ മിലിറ്റൻസിന്റെ ഒരു മേജർ ഇൻഫർമേഷൻ ഹാക്ക് ചെയ്തു. ഡൽഹി US Embassy ഈസ് ബീങ് ടാർഗറ്റഡ്. 6th July, സർ. ഫുൾ ഇൻഫർമേഷൻസ് ഞാൻ അങ്ങോട്ട് ഫോർവേഡ് ചെയ്യാം, സർ. താങ്ക് യു, സർ. സർ, അഭിമാനം തോന്നി തുടങ്ങിയ നിമിഷങ്ങൾ. സ്വന്തം രാജ്യത്തിന് വേണ്ടി എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നു എന്നുള്ള അഹങ്കാരം തോന്നി തുടങ്ങിയ നാളുകളായിരുന്നു അത്. ഈ കളി കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നതേ നാട്ടിലെ നമ്മുടെ പഴയ കുഴിപ്പന്ത് കളിയില്ലേ സർ? അതാ. ഔ, ഹായ് സുനീത്, ഹൗ യു? ഐ എം ഹിയർ at the snooker lounge. Okay, come over. We'll go together. Okay, see you. Bye. സുനീത് കൗ. സർ. തെറ്റിദ്ധരിക്കല്ലേ? ഇല്ല സർ. വെരി നൈസ് ഗേൾ. അറിയാം സർ. വളരെ നല്ല കുട്ടിയാ. സർ. സർ, മേജർ ജനറൽ ശരത് സർ ഡൽഹിയിൽ നിന്ന് വിളിച്ചിരുന്നു. ഓപ്പറേഷൻ സക്സസ്. എല്ലാ ചാനൽസിലും ന്യൂസ് ലൈവായി വന്നു തുടങ്ങി സർ. ഗുഡ്. TV on. സർ. That an officer from South, literally a Keralite, Major Sri Kumar, the head of Cyber Cell, handed over all the information regarding this threat to the army headquarters from Srinagar. दिल्ली US एम्बेसी के नजदीक में 5 बाइक में आए हुए आतंकवादियों को फौजियों ने गोली मार गिराया है. दिल्ली पुलिस को भी बगैर बताए फौजियों ने ये कदम उठाया है. മലയാളം. ഡൽഹിയിലെ US എംബസി ആക്രമിക്കുവാൻ പദ്ധതിയിട്ടിരുന്ന 5ഓളം വരുന്ന ഭീകരരെ സൈന്യം കൊലപ്പെടുത്തി. ഡൽഹി പോലീസിന് പോലും വിവരങ്ങൾ കൈമാറാതെയായിരുന്നു സൈന്യത്തിന്റെ നീക്കം. US എംബസിയിലേക്ക് ബൈക്കുകളിൽ വന്ന് 5ഓളം ഭീകരവാദികളെ കൊലപ്പെടുത്തിയത് സൈന്യത്തിന്റെ രഹസ്യ നീക്കത്തോടെയാണെന്നാണ് സൈനിക ആസ്ഥാനത്ത് നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ ഓപ്പറേഷന് കൃത്യമായ വിവരങ്ങൾ കൈമാറിയിരിക്കുന്നത് മലയാളിയായ മേജർ ശ്രീകുമാറാണ്. ഡൽഹി പോലീസിന് പോലും വിവരങ്ങൾ കൈമാറാതെയായിരുന്നു. Congrats. Sir. Good job. Thank you, sir. Please. Sir. താനിപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന മിഷൻ ഏറ്റവും നല്ല തുടക്കമാണ് സർ. പക്ഷേ ഒന്നും ലൈറ്റായിട്ട് എടുക്കരുത് സർ. ബി വെരി കോഷ്യസ് സർ. എന്ത് സസ്പിഷൻ തോന്നിയാലും അപ്പം എന്നെ അറിയിക്കണം. ബി ഇറ്റ് മെയിൽ ഓർ മെസ്സേജ്. സർ. ശത്രുക്കളുടെ നിരീക്ഷണത്തിലായിരിക്കും ഇനി നിങ്ങൾ. ബി വെരി കെയർഫുൾ. ഓക്കെ സർ. ഹായ്. ഹായ്.
വരുന്ന വൈകിട്ട് ഓഫീസേഴ്സ് പാർട്ടിക്ക് വരണം. കുറച്ച് കളേഴ്സിനെ പരിചയപ്പെടുത്തി തരാം. മഞ്ഞും കുളിരും റമ്മും ചിക്സ് നല്ല കോമ്പിനേഷൻ. ഹായ് ഡാർലിംഗ്. Hi. ഓക്കെ, സീ യു. ബൈ. See you. Bye. See you. Bye, ma.